ഹലോ ഫ്രണ്ട്സ്. Hi guys, welcome to my channel. ഓക്കെ, അപ്പോൾ നമ്മൾ US-ലെ പഗോസയിലേക്കൊരു ട്രിപ്പാണ്. വെൽക്കം ടു ടെക്കി ലൈഫ് മീഡിയ. വണ്ടിയൊക്കെ റെഡിയായി, അതുപോലെ നമ്മൾ 3 ദിവസത്തേക്കുള്ള പാക്കിംഗ് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യകൂട്ടാ റെഡിയല്ലേ പോകാനായിട്ട്? ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം തുടർന്ന് കാണുക. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ABQ ലേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു വൈകുന്നേരത്തിലാണ് എത്തിയത് ABQ ലേക്കിലേക്ക്. ഇത് കണ്ടില്ലേ, വളരെ അടിപൊളിയായിട്ട് സ്ഥലമാണ്. സിറ്റിയിൽ നിന്നൊക്കെ മാറി വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ABQ ലേക്ക്. ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഈവനിങ്ങിൽ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഗ്രില്ലൊക്കെ അടിക്കാനുള്ള ഫെസിലിറ്റിയും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിന്നും സൺസെറ്റ് കാണാൻ അതിമനോഹരമാണ്. എന്തെന്നാൽ വൈകുന്നേരത്തെ സൂര്യപ്രകാശം ലേക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഒരു അമേസിങ് വ്യൂ തന്നെയാണത്. ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ കറക്റ്റ് സ്പോട്ട് തന്നെയാണ് ABQ ലേക്ക്. കാരണം വെറൈറ്റി ഫിഷസ് ഇവിടെയുണ്ട്. സാന്റഫയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. നമ്മൾ പഗോസയിലേക്ക് പോകുന്ന യാത്രയിൽ ഈ ഒരു ലേക്ക് വിസിറ്റ് ചെയ്തതാണ്. പക്ഷെ ഭയങ്കര അമേസിങ് ആയിരുന്നു. നമ്മളൊക്കെ ഹൈലി റിലാക്സ്ഡ് ആയിരുന്നു. ഭയങ്കര വ്യൂ ആയിരുന്നു. ഈ സമയത്ത് നല്ല കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും അമേസിങ് വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ABQ ലേക്ക് ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ്. എന്താ ഇവിടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെ? ഒന്നും പറയാനില്ലേ? എന്ത് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ അറിയാൻ പാടില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി. ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നമ്മളെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുവാണ് വീട്ടിൽ, ഫുഡ് ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടാണ്. പഗോസ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ Airbnb എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ABQ ലേക്ക് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആൽബുക്വർക്ക് നിന്ന് ഒരു 3 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പം നമ്മൾ ഏകദേശം 10 മണിയായി പഗോസയിൽ നമ്മൾ Airbnb എത്തിയപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ ഓൾറെഡി കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പിള്ളേരിവിടെ കളി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഹലോ, ഇതെന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തോ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു അമ്മുവും അല്ല മാളും ഒക്കെ ആയിട്ട്. എന്താണ് ബിൽഡിംഗ് ബ്ലോക്ക് അല്ല അല്ലേ? ഓക്കെ, ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെയാണ്. ഇവിടെ എന്താ പരിപാടി? പസിലോ? പക്ഷേ ഈ Airbnb കുറച്ച് വലിയൊരു Airbnb ആണ് കേട്ടോ ശരിക്കും. പിന്നെ നമ്മുടെ ഇതെല്ലാം ഇവിടെ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ചപ്പാത്തിയോ? ആണോ? അപ്പോൾ ഇവർ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. യെസ്, ഇവിടെ അടിപൊളിയാണല്ലോ. ഇവിടെയാണ് നമ്മൾ ഗ്രില്ല് വെക്കാനുള്ള പരിപാടി. ബാലം ബ്രോ ഗ്രില്ല് വെക്കാനുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്തായി സംഭവം സെറ്റാണോ? എല്ലാം സെറ്റാണ്. അവിടെ ഇതിനകത്ത് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് മാരിനേറ്റ് ചെയ്തുകൊണ്ടൊന്ന് ചിക്കൻ ഓരോന്ന് ബാലം ബ്രോ എടുത്ത് പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഗ്യാസിൻ്റെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഇത് സ്വിമ്മിംഗ് പൂളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് രാവിലെ ഇവിടുത്തെ ഫുൾ വീഡിയോ നമുക്ക് എടുത്ത് കാണാം. നമ്മൾ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. ഇതിപ്പോൾ മോർണിംഗ് വ്യൂ ആണ്. മോർണിംഗ് ഒരു 6:30 ആയിട്ടുണ്ട്. ഈ ഒരു Airbnb നിൽക്കുന്ന ഈ ഒരു ഏരിയയിലാണ്, കണ്ടില്ലേ? താഴേക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെയാണ്. പഗോസയിലെ Airbnb നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, വളരെ ശാന്തമായ സ്ഥലം. ഓൾമോസ്റ്റ് നമ്മുടെ Airbnb തൊട്ട് പുറകിലുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു കാടുള്ള ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതുണ്ടല്ലേ, നമ്മുടെ 5 ഫാമിലീസിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്.
കണ്ടില്ലേ, എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ ഈ അമേരിക്കൻ ഫ്ലാഗ് വയ്ക്കും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാണ് ഇതുപോലെ ഫ്ലാഗ് വയ്ക്കാനായിട്ട് ഉള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ അമേരിക്കൻ ഫ്ലാഗ് വയ്ക്കും. ഇതാണ് നമ്മൾ താമസിച്ച എയർബിഎൻബി. വളരെ അടിപൊളി ഒരു എയർബിഎൻബി ആണ്. അപ്പോൾ എല്ലാവരും പാക്കപ്പ് ആയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പഗോസയിലെ സ്റ്റേയിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. ഇനി നമ്മൾ ഹോട്ട് സ്പ്രിംഗ് കാണാനായിട്ടാണ് പോകുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഹോട്ട് സ്പ്രിംഗ് കാണാനായിട്ട് പോവാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ നാഥൻസ് ഹിപ്പ് ഹോപ്പ് ഹോട്ട് സ്പ്രിംഗിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, പ്രകൃതിയുടെ അത്ഭുതം എന്ന് പറയട്ടെ. ഈ കാണുന്ന വെള്ളം ഭൂമിക്കടിയിൽ നിന്നും പൊങ്ങി വരുന്നതാണ്, അതും ചൂടോടുകൂടി. ഈ ചൂടിൽ നിന്ന് വമിക്കുന്ന പുക നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതാണ് അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള പഗോസ സ്പ്രിംഗ്. വെള്ളം ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഈ വെള്ളം ഭൂമിയുടെ അടിയിലുള്ള ജിയോ തെർമൽ ഊർജം കൊണ്ട് ചൂടാവുകയും ഭൂമിക്ക് മുകളിലേക്ക് മിനറൽസിൻ്റെ കൂടെ ഉയർന്നു പൊങ്ങി വരികയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രതിഭാസം. ശരിക്കും ഇത് യുണീക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് ചുറ്റും സ്റ്റണ്ണിങ് ആയിട്ടുള്ള പ്രകൃതി ഭംഗി തന്നെയാണുള്ളത്. ഈ വെള്ളത്തിൽ നിന്നും മിനറൽസ് പുകയുന്ന ഒരു മണവും ഉണ്ടാവും. ദിവസേന നിരവധി വിസിറ്റേഴ്സാണ് ഇത് കാണുവാൻ ഇവിടെ എത്തുന്നത്. കൊളറാഡോയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. എന്തായാലും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് പഗോസയിലെ ഹോട്ട് സ്പ്രിംഗ്. ഓക്കെ, പോട്ടെ, നടന്നു. നമ്മൾ പതിയെ ഹോട്ട് സ്പ്രിംഗിലേക്ക് പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വേ ആണ് ഹോട്ട് സ്പ്രിംഗിലേക്ക് പോകേണ്ട വഴി. ഈ റിവറിൻ്റെ സമീപത്ത് തന്നെയാണ് പ്രകൃതിദത്ത ഉള്ള ചെറു ചൂട് വമിക്കുന്ന കുളം. ആ കുളത്തിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഈ കുളത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 104 തൊട്ട് 105 ഡിഗ്രി ഫാരൻഹീറ്റാണ് ഉള്ളത്. നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനായിട്ടൊക്കെ സാധിക്കും. ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി എത്ര രസകരമായിരിക്കും അല്ലേ. പഗോസ സ്പ്രിംഗ് വിസിറ്റ് ചെയ്യുന്നതിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ വിസിറ്റേഴ്സ് ഫീ ഒന്നും വാങ്ങുന്നില്ല ഇവർ. ഈ നദിയുടെ തീരങ്ങളിലും പാറകൾക്കിടയിലൂടെയും ചൂടുവെള്ളം വമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുക പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഈ റിവറിൻ്റെ അപ്പുറത്തുള്ളത് ഒരു റിസോർട്ടാണ്. നിരവധി റിസോർട്ടുകൾ ഈ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഈ കാണുന്ന നദിയിലെ വെള്ളത്തിന് ചൂടല്ല കേട്ടോ, തണുപ്പാണുള്ളത്. ആദ്യകൂട്ടന് ഈ വെള്ളം ഒന്ന് തൊടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്ന് തൊടാനായിട്ട് വന്നതാണ്. അവൻ പറയുവാണ് ഈ വെള്ളത്തിന് നല്ല തണുപ്പാണെന്ന്. എന്ത് ഭംഗിയാണല്ലേ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ശരിക്കും ആർട്ടിസ്റ്റുകൾ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നത് പോലെ അല്ല, അതിലും മനോഹരമാണ്. ഈ അറ്റ്മോസ്ഫിയറും ഈ ആകാശവും. വിസിറ്റർ സെൻറ്ററിലേക്കാണ് നാം ഇനി പോകുന്നത്. കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറു കളിവീടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിസിറ്റർ സെൻറ്റേഴ്സിനകത്ത് റീജിയണൽ അട്രാക്ഷൻ്റെ നിരവധി ബ്രോഷേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബ്രോഷേഴ്സൊക്കെ നമുക്ക് കൊണ്ടുപോകാനും അതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിസിറ്റർ സെൻറ്റേഴ്സിനകത്ത് നല്ല ടോയ്ലറ്റ്സും അതുപോലെ തന്നെ നമുക്കിതിനെപ്പറ്റി വിശദീകരിച്ച് തരാൻ ഫുൾ ടൈം ഒരു എംപ്ലോയി ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് എന്ത് സംശയങ്ങൾ ഇവരുടെ അടുത്ത് ചോദിക്കാം, ഇവരത് പറഞ്ഞു തരും, നമ്മളെ നാവിഗേറ്റ് ചെയ്യും, എല്ലാത്തിനുണ്ട്. അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് ആൻഡ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും ബ്രോഷേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ പഗോസ സ്പ്രിങ്ങിൽ നിന്ന് ഇറങ്ങുകയാണ്. പഗോസയിൽ നിന്ന് യൂട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ യൂട്ട എത്തി. ആക്ച്വലി യൂട്ടയിൽ നിന്ന് നമ്മൾ ആർച്ചേഴ്സ് കാണാനായിട്ടാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു പാർക്കിൽ കയറിയേക്കുവാണ്. ഇത് കണ്ടില്ലേ, പാർക്കായത്. ട്രിപ്പ് പോലെ അതിമനോഹരമാണ് ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ പോകുന്ന വഴികളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും. ഇനി ഞങ്ങളുടെ യാത്ര ആർച്ചേഴ്സിലേക്കും മോണ്യുമെൻ്റ് വാലിയിലേക്കുമാണ്. അടുത്ത വ്ലോഗുകളിൽ ഇതിൻ്റെ വിശേഷങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കും. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അടുത്ത വ്ലോഗുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ദിസ് ഈസ് അരുൺ കൃഷ്ണൻ സൈനിങ് ഓഫ് ടെക്കി ലൈഫ് മീഡിയ.